A humble beginning, a historic becoming. രണ്ടായിരത്തി 3 സെന്റ് സ്ഥലത്ത് ഓലമേഞ്ഞ ഷെഡിൽ 20-ൽ പരം വിദ്യാർത്ഥികളുമായി പ്രയാണം ആരംഭിച്ച ആക്കോട് ഇസ്ലാമിക് സെന്റർ എന്ന മഹത് സ്ഥാപനം ഇന്ന് 15 ഏക്കറിൽ 6 ക്യാമ്പസുകളിലുമായി 1500-ലധികം വിദ്യാർത്ഥികൾ വിദ്യ നുകരും വിധം വളർന്നിരിക്കുന്നു. പുതിയ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സമൂഹത്തിന്റെ ഉന്നമനത്തിനുതകുന്ന പദ്ധതികൾ നടപ്പിൽ വരുത്തുന്നിടത്താണ് ഇസ്ലാമിക് സെന്റർ പ്രസക്തമാകുന്നത്. അറിവും അദബും ഉന്നത മാനുഷിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിനുള്ള സംവിധാനമാണ് ആക്കോട് ഇസ്ലാമിക് സെന്റർ. മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ അതിർത്തി പങ്കിടുന്ന ചാലിയാറിന്റെ തീരത്ത് കഴിഞ്ഞ 22 വർഷമായി നിരവധി വിദ്യാഭ്യാസ സംവിധാനങ്ങളുമായി സ്ഥാപനം മുന്നോട്ട് ഗമിക്കുകയാണ്. പിതാവ് നഷ്ടപ്പെട്ട കുട്ടികൾക്ക് മാതൃസ്നേഹവും പരിചരണവും നഷ്ടപ്പെടാതെ പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് വളർത്തി വലുതാക്കുക എന്ന മഹത്തായ ദൗത്യമാണ് ഇസ്ലാമിക് സെന്ററിന് കീഴിലുള്ള അനാഥ സംരക്ഷണം. 2010 ജനുവരി 1-ന് 18 യതീമുകളുടെ സംരക്ഷണം ഏറ്റെടുത്ത് ആരംഭിച്ച ഉദ്യമം ഇന്ന് 30-ലധികം യതീമുകളുടെ സംരക്ഷണം പൂർത്തീകരിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ 20ഓളം പെൺകുട്ടികളുടെ വിവാഹം നടത്തി. ഇപ്പോൾ 450-ലധികം കുട്ടികളുടെ സംരക്ഷണവുമായി മുന്നോട്ട് ഗമിക്കുന്നു. കുട്ടികളുടെ നിത്യച്ചിലവിനുള്ള തുക, ഭക്ഷണം, വസ്ത്രം, ചികിത്സ, പഠനം എല്ലാം ഉൾപ്പെടെ കൃത്യമായി നൽകി വീട്ടിലെ സാഹചര്യങ്ങളും പഠന നിലവാരവും അന്വേഷിച്ചുറപ്പുവരുത്തി മുന്നോട്ടു പോകാൻ സ്ഥാപനം പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു. പിതാവ് മരണപ്പെട്ട നിർധന കുടുംബത്തിലെ 15 വയസ്സിൽ കവിയാത്ത കുട്ടികളെ സ്ഥാപനം ഏറ്റെടുക്കുന്നു. തുടർന്ന് അവർക്ക് താൽപ്പര്യമുള്ള മേഖലകളിൽ ഉന്നത നിലവാരത്തിലുള്ള പഠന സൗകര്യങ്ങൾ നൽകി വരുന്നു. ആൺകുട്ടികളാണെങ്കിൽ സ്വന്തമായി ജീവിതമാർഗം കണ്ടെത്തുന്നതുവരെയും പെൺകുട്ടികളാണെങ്കിൽ വിവാഹം കഴിപ്പിച്ചയക്കുന്നതുവരെയുമുള്ള സംരക്ഷണ ചുമതല സ്ഥാപനം ഏറ്റെടുക്കുന്നു. അയാദി സ്ഥാപനത്തിന്റെ സംരക്ഷണത്തിലുള്ള ഈ മക്കളുടെ മത ഭൗതിക വിദ്യാഭ്യാസവും സ്വഭാവ രൂപീകരണവും വ്യക്തിത്വ വികാസവും ഉറപ്പുവരുത്തുന്നതിനായി ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് അയാദി. ഹോം കെയർ പദ്ധതിയിലൂടെ സ്വന്തം വീടുകളിൽ താമസിച്ചു വരുന്ന കുട്ടികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ സിലബസ് പ്രകാരം ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും ക്ലാസുകൾ നടന്നുവരുന്നു. ക്ലാസുകളിലെ പങ്കാളിത്തം ഉറപ്പുവരുത്താനായി മാസാന്ത പരീക്ഷയും പ്രോത്സാഹനവും നൽകി വരുന്നു. കുട്ടികളെ കൃത്യമായി നിരീക്ഷിക്കാനും മാർഗനിർദ്ദേശം നൽകാനുമായി 10 കുട്ടികൾക്ക് ഒരു മെന്റർ എന്ന രീതിയിൽ മെന്ററിംഗ് സംവിധാനവും നിലവിലുണ്ട്. കൂടാതെ സഹവാസ ക്യാമ്പുകൾ, പഠനയാത്രകൾ, വിനോദയാത്രകൾ മുതലായവയും നടത്തിവരുന്നു. ലക്ഷ്യബോധത്തോടെയുള്ള പഠനവും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും ഈ പദ്ധതി ലക്ഷ്യമാക്കുന്നുണ്ട്. ഒരു വ്യക്തി പ്രവാചകമാർഗത്തിൽ നിന്നുള്ള പ്രചോദനത്തോടെ സമുദായത്തിനും ഭാവിയുള്ള ഒരു നാടിനും വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ജീവിതത്തിന്റെ കഥയാണിത്. തന്റെ അർപ്പിത ജീവിതം കാരണം ചരിത്രത്തിൽ ഏറെ പേർ വെളിച്ചമാക്കി ഓർക്കുന്ന ഒരു അതുല്യനായ വ്യക്തിത്വം. ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ആക്കോട് മഹല്ല് ജമാഅത്തിന്റെ ഖാദിയായിരുന്ന സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ആക്കോട് കേന്ദ്രമായി ആരംഭിച്ച വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ 4 വഴികളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. അൽഹംദുലില്ലാഹ് 23 വർഷം കൊണ്ട് ഉമ്മത്തിനാവശ്യമായ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അനാഥ സംരക്ഷണ മേഖലയിലും പരിശുദ്ധ ഖുർആന്റെ വിജ്ഞാന പ്രചരണ രംഗത്തും സ്ത്രീ വിദ്യാഭ്യാസ മേഖലയിലും സ്ഥാപനം ചെയ്യുന്ന സേവനങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഭീമമായ സംഖ്യയാണ് ഓരോ മാസവും നമ്മുടെ സ്ഥാപനത്തിന് ചെലവ് വരുന്നത്. 2025 ഏപ്രിൽ ഞാൻ സംസാരിക്കുന്ന ഈ സമയം ഓരോ മാസവും സ്ഥാപനത്തിൻ്റെ ചെലവ് 33 ലക്ഷം ഉറുപ്പികയാണ്.
2025 ജൂണോടുകൂടെ 90 ഹാഫിലിങ്ങളെയും 200ഓളം വരുന്ന യതീമുകളെയും ഏറ്റെടുക്കുന്നതോടുകൂടെ 40 ലക്ഷത്തിന് മുകളിലേക്കാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ചെലവ് വരുന്നത്. ഓരോ മാസവും ഈ ഭീമമായ സംഖ്യ നമുക്ക് സ്വരൂപിക്കാൻ കഴിയുന്നത് നമ്മുടെ ചാപ്റ്റർ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളും അതേപോലെ റുപ്പിക പോലും പ്രതിഫലം ആഗ്രഹിക്കാതെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിലെ കൂട്ടുകെട്ട് ആഗ്രഹിച്ച് വീടുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും സ്ഥാപിച്ച ബോക്സുകൾ സ്വമേധയ സ്വന്തം ചെലവിലെടുത്ത് സ്ഥാപനത്തിൽ എത്തിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രവർത്തകർ മുഖേനയ ഒരു ചായ പൈസ കൊണ്ട് വിദ്യാഭ്യാസ വിപ്ലവം തീർക്കുക എന്നതാണ് നമ്മുടെ സ്ഥാപനം ആഗ്രഹിക്കുന്നത്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും ഒരു ചായയുടെ പൈസ 10 റുപ്പിക സ്ഥാപനത്തിന് കൊടുക്കാൻ പറ്റാവുന്ന 1 ലക്ഷം കുടുംബങ്ങളെ സ്ഥാപനത്തോട് ചേർത്ത് നിർത്താനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മളൊരു പുതിയ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതിലൊരംഗമായി ചേരണം എന്ന് വിനയത്തോട് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളെയും ദീനി തൽപരരായ സുഹൃത്തുക്കളെയും ഈ സംരംഭത്തോട് ചേർക്കാനും നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലോ കടകളിലോ സ്വമേധയാ ബോക്സുകൾ ഏറ്റെടുത്ത് സ്ഥാപിച്ചും ഈ സ്ഥാപനത്തിൻ്റെ പ്രയാണത്തിൽ കൂടെ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒരുപാട് അനാഥ ബാല്യങ്ങൾക്ക് അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനും പരിശുദ്ധ ഖുർആന്റെ വിജ്ഞാനങ്ങൾ പ്രചരിപ്പിക്കാനും നമുക്ക് കൂട്ടമായി പ്രവർത്തിക്കാം. അങ്ങനെ കൂട്ടമായി സ്വർഗത്തിലും എത്തിച്ചേരാം. അല്ലാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ. കൂടെ ഉണ്ടാകണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സെന്ററിന് കീഴിൽ വളരെ ഭംഗിയായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് മർഹൂം ഊർക്കടവ് ഖാസിം മുസ്ലിയാർ തഹ്ഫീദുൽ ഖുർആൻ കോളേജ്. വിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കുന്നതോടൊപ്പം ആധുനിക വിദ്യാഭ്യാസവും ഗുണമേന്മയോടെ സമന്വയിപ്പിച്ച് ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനമാണിത്. പ്രമുഖ അധ്യാപകരുടെ ശിക്ഷണത്തിൽ ഹിഫ്ളും ഭൗതിക വിദ്യാഭ്യാസവും നൽകുന്നതോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിക്കാനുള്ള നിരവധി അവസരങ്ങൾ സ്ഥാപനം വിഭാവനം ചെയ്യുന്നു. പ്രമുഖ സൂഫി വര്യൻ ഊർക്കടവ് ഖാസിം മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു അവർക്ക് സ്വപ്ന ദർശനത്തിലൂടെ ലഭിച്ച നിർദ്ദേശമായിരുന്നു ഇസ്ലാമിക് സെന്ററിന് കീഴിൽ ഒരു ഹിഫ്ള് കോളേജ് ആരംഭിക്കുക എന്നത്. സ്ഥാപനത്തിന് തുടക്കം കുറിക്കുന്നതിന് മുമ്പായി ഉസ്താദ് ഇഹലോകവാസം വെടിയുകയും അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ തന്നെ സ്ഥാപനം ആരംഭിക്കുകയും ചെയ്തു. ഹിഫ്ള് പൂർത്തിയായ ശേഷം SSLC കഴിയുന്നതുവരെ ദൗറയും സ്കൂൾ വിദ്യാഭ്യാസവും നൽകുന്നതോടൊപ്പം ഹിഫ്ള് നഷ്ടപ്പെടാതെ തുടർ പഠനം നേടാനുള്ള സാധ്യതകൾ വിദ്യാർത്ഥികൾക്ക് പ്രദാനിക്കുകയും ചെയ്യുന്നു. സമന്വയ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഹിഫ്ള് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് ദൗറയോടുകൂടെ ഭൗതിക വിദ്യാഭ്യാസം നേടാനുള്ള അവസരം വളരെ വിരളമാണ്. അത്തരമൊരു ചിന്തയിൽ നിന്നാണ് ഇസ്ലാമിക് ദഅവ അക്കാദമിക്ക് തുടക്കം കുറിക്കുന്നത്. കൗമാരക്കാരുടെ ആത്മീയ വൈജ്ഞാനിക മേഖലകളിലെ ശാക്തീകരണ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന മഹത് സ്ഥാപനം ഇന്ന് 60ഓളം ഹാഫിളുകളായ പണ്ഡിത വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുന്നു. ഖുർആനും ഹദീസും മറ്റു പ്രമാണങ്ങളും ആഴത്തിൽ മനസ്സിലാക്കി ഭൗതിക തലത്തിലുള്ള ചർച്ചകൾക്കും പഠനങ്ങൾക്കും ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലത്തിൽ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ പാകമായ ഒരു പണ്ഡിത സമൂഹത്തെ വാർത്തെടുക്കലാണ് ദഅവ അക്കാദമിയുടെ സ്ഥാപിത ലക്ഷ്യം. അക്കാദമികമായ പഠനങ്ങളും ആത്മീയമായ ശിക്ഷണവും വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം UGC അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ബിരുദാനന്തര കോഴ്സുകൾ പൂർത്തീകരിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നു. മതവിഷയങ്ങളിലുള്ള ആഴത്തിലുള്ള പഠനത്തോടൊപ്പം ലോകോത്തര നിലവാരമുള്ള ഖുർആനിക റിസർച്ചിന് വിദ്യാർത്ഥികൾക്ക് സൗകര്യമൊരുക്കുക എന്നത് സ്ഥാപനം മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിയാത്മകമായ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കുവാനും അവരുടെ സർഗചേതനകളെ തൊട്ടറിഞ്ഞ് പരിശീലിപ്പിക്കാനും നാളെയുടെ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ യോഗ്യരായ സംഘാടകരെ വളർത്തിയെടുക്കുവാനും ആവശ്യമായ വ്യത്യസ്തവും കാലോചിതവുമായ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ വിദ്യാർത്ഥി യൂണിയൻ സആദയും കൂടെയുണ്ട്.
ദാഇയ ഇസ്ലാമിക് അക്കാദമി. സ്ത്രീ ശാക്തീകരണ രംഗത്ത് വേറിട്ട പദ്ധതിയുമായി മുന്നോട്ട് ഗമിക്കുന്ന ആക്കോട് ഇസ്ലാമിക് സെന്ററിന് കീഴിലെ മഹനീയ സ്ഥാപനമാണ് ദാഇയ ഇസ്ലാമിക് അക്കാദമി ഫോർ വിമൺ. SSLCയിൽ ഉന്നത മാർക്കോടെ വിജയിക്കുകയും DET എക്സാം പാസ്സാവുകയും ചെയ്യുന്ന പെൺകുട്ടികൾക്ക് 5 വർഷം കൊണ്ട് മതഭൗതിക മേഖലകളിൽ ആഴത്തിലുള്ള പഠനവും നിത്യജീവിതത്തിലും കുടുംബജീവിതത്തിലും പ്രാവർത്തികമാക്കേണ്ട മൂല്യങ്ങളും പകർന്നു നൽകുക എന്നതാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം. 2002 പ്രാദേശിക വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷൻ സെന്ററിൽ നിന്ന് ആരംഭിച്ച സംരംഭം വിവിധ ഘട്ടങ്ങളിലായി പല പദ്ധതികളിലേക്കും മാറി ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും അനുയോജ്യവും വിജയകരവുമായി നടത്തിക്കൊണ്ടുപോവാൻ കഴിഞ്ഞത് ദാഇയ എന്ന സംവിധാനത്തിലേക്ക് മാറിയതിനു ശേഷമാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 200ഓളം ദാഇയമാരെ സമൂഹത്തിലേക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞതിലൂടെ ദാഇയയുടെ ജനസ്വീകാര്യത നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ അടയാളമാണ് ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി 4-ലധികം സഹസ്ഥാപനങ്ങൾക്ക് അഫിലിയേഷൻ നൽകാൻ സാധിച്ചത്. UGC അംഗീകൃത ഡിഗ്രിയും ഇസ്ലാമിക് സെന്റർ നൽകുന്ന ദാഇയ ബിരുദവും കേന്ദ്ര ഗവൺമെന്റിന്റെ 3-ലധികം തൊഴിലധിഷ്ഠിത കോഴ്സുകളും 5 വർഷത്തിനുള്ളിൽ വിദ്യാർത്ഥിനികൾക്ക് നൽകുന്നതോടൊപ്പം ഭാഷാ പരിശീലനം, ട്രേഡേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാം, പ്രസംഗ പരിശീലനം, മയ്യത്ത് പരിപാലനം എന്നിവയിൽ അവഗാഹമുള്ള പണ്ഡിതകളായി മാറുവാനുള്ള അവസരങ്ങളും ക്യാമ്പസിൽ നൽകപ്പെടുന്നു. ദാഇയയെ അടുത്തറിയാനും തങ്ങളുടെ മക്കൾക്ക് ദാഇയ കോഴ്സ് പരിചയപ്പെടുത്തുന്നതിനും അതിലുപരി വ്യക്തിജീവിതത്തിൽ ദീനീ നിഷ്ഠകൾ പാലിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് അൽ മിദാദ് സ്റ്റുഡൻസ് യൂണിയന്റെ കീഴിലായി ടാലന്റ് ഷിയ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തിവരുന്നു. ഇസ്ലാമിക് സെന്ററിന്റെ സമീപ പ്രദേശങ്ങളിലും മറ്റുമായി വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള പ്രഗത്ഭരായ വിദ്യാർത്ഥിനികളെ സ്ത്രീ ശാക്തീകരണ സംഗമങ്ങളിൽ പ്രഭാഷകരായും ട്രെയിനർമാരായും പറഞ്ഞയക്കാൻ സാധിച്ചത് പാഠ്യേതര വിഷയങ്ങളിൽ സ്ഥാപനം പുലർത്തുന്ന മികവിന്റെ നേർചിത്രങ്ങളാണ്. AMUP സ്കൂൾ. ഓരോ രക്ഷിതാവും തന്റെ കുഞ്ഞിന് ഏറ്റവും മികച്ചതിനെ തേടിയുള്ള യാത്രയിലാണ്. അറിവിന്റെ വെളിച്ചവും ജീവിത മൂല്യങ്ങളുടെ തിളക്കവും കൈമാറാൻ കഴിയുന്ന ഒരു സമ്പൂർണ്ണ വിദ്യാലയത്തെ പ്രതീക്ഷിച്ചാണ് അവരുടെ ഈ യാത്ര. അവിടെയാണ് AMUP സ്കൂൾ തിളങ്ങുന്നത്. അവരുടെ മക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് പകരുകയാണിവിടം. 2006 ഏകദേശം 300 വിദ്യാർത്ഥികളുമായി നിരവധി അസൗകര്യങ്ങൾക്കിടയിൽ പ്രയാസം അനുഭവിച്ചിരുന്ന വിരിപ്പാടം AMUP സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ട പ്രദേശവാസികളുടെയും അധ്യാപകരുടെയും ആവശ്യപ്രകാരം സെന്ററിന്റെ പ്രസിഡന്റ് മർഹൂം പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ നിർദ്ദേശപ്രകാരം AMUP സ്കൂൾ സെന്റർ ഏറ്റെടുക്കുകയും ഒരു നാട് മക്കളുടെ വിദ്യാഭ്യാസത്തിന് നൽകുന്ന പ്രാധാന്യം ഉൾക്കൊണ്ട് അവരെ ഭാവിക്ക് ഉതകുന്ന വിധത്തിൽ വളർത്തുന്നതിനായി ആവശ്യമായ മുഴുവൻ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കം കുറിച്ചു. 2025 പ്രവേശിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ എണ്ണം 1100ഓളം ആയിട്ടുണ്ട് എന്നത് സ്ഥാപനത്തിൽ നടത്തിയ ആധുനികതയിലേക്കുള്ള പരിവർത്തനത്തിന്റെ വിപ്ലവമാണെന്ന് നിസ്സംശയം പറയാം. ഒപ്പം ഈ മഹത്തായ കൂട്ടായ്മയെ ഒരു പ്രദേശം ഏറ്റെടുത്തതിന്റെ മികച്ച ഉദാഹരണവുമാണ്. മാനേജ്മെന്റും സ്റ്റാഫും PTA-യും കൈകൾ ചേർത്ത് പിടിച്ചപ്പോൾ വാഴക്കാട് പഞ്ചായത്തിലെ മികച്ച വിദ്യാഭ്യാസ കേന്ദ്രമായി സ്കൂൾ ഉയരുകയും സബ് ജില്ല, ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ വരെ നിരവധി അംഗീകാരങ്ങൾ സ്കൂളിനെ തേടിയെത്തുകയും ചെയ്തു. മത്സരാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പുതിയ കാലത്ത് വളർന്നുവരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മൂല്യബോധം ചോരാതെ കാലോചിത പഠന വിനോദ സംവിധാനങ്ങളുമായി നിലവിൽ വന്ന സ്ഥാപനമാണ് ബ്രൈറ്റ് പബ്ലിക് നഴ്സറി സ്കൂൾ. അധ്യാപകർ ഇവിടെ മാർഗദർശകരാണ്. ഓരോ കുട്ടിയിലും ഒളിച്ചിരിക്കുന്ന കഴിവുകൾ തിരിച്ചറിയുകയും ആ കഴിവുകൾക്കനുസൃതമായി വളരാൻ വേണ്ട പിന്തുണയും പ്രചോദനവും നൽകുകയുമാണ് അവർ ചെയ്യുന്നത്. ഒരേ രൂപത്തിൽ എല്ലാവരെയും രൂപപ്പെടുത്താനുള്ള ശ്രമമല്ല ഈ വിദ്യാലയത്തിന്റെ ലക്ഷ്യം. പക്ഷേ ഓരോരുത്തരെയും അവരുടെ ഉള്ളിലെ തെളിച്ചം പ്രകാശിപ്പിക്കുകയാണ് ഇവിടം.
ഇനിയും ഒരുപാട് വഴിദൂരം സഞ്ചരിക്കാനുണ്ട് ഈ സംഘത്തിന്. അനാഥ മക്കൾക്ക് കരുതലായും താങ്ങായും നിൽക്കുകയാണ് ഈ യാത്രയുടെ ലക്ഷ്യം. അവർക്ക് മതഭൗതിക വിദ്യാഭ്യാസം നൽകിയുള്ള ഉന്നതിയിലേക്കുള്ള ഒരു ദീർഘയാത്ര. ഉപ്പയെ നഷ്ടപ്പെട്ട മക്കളുടെ മുഖത്ത് പുഞ്ചിരി വിരിയാൻ നമുക്ക് ചേർന്ന് ചിറകാവാം. അവർ ഉയർന്ന് പറക്കട്ടെ.